Hello everyone, welcome back to our YouTube channel Knowledge Junction Learn with Sweetie. എല്ലാവർക്കും ഒരിക്കൽ കൂടി നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് കാണാനായിട്ട് പോകുന്നത് അല്ലെങ്കിൽ പഠിക്കാനായിട്ട് പോകുന്നത് സൊസൈറ്റി അഥവാ സമൂഹത്തെക്കുറിച്ചാണ്. സമൂഹത്തിനൊരു ആമുഖം കൊടുക്കുന്നു, ഒപ്പം തന്നെ നിർവചിക്കുന്നു. സമൂഹത്തിൻ്റെ പ്രധാനപ്പെട്ട സവിശേഷതകൾ നമ്മൾ മനസ്സിലാക്കുന്നു, ഒപ്പം വ്യത്യസ്ത തരത്തിലുള്ള സമൂഹങ്ങളെക്കുറിച്ചുമാണ് നമ്മൾ ഇന്ന് പഠിക്കാനായിട്ട് പോകുന്നത്. ആദ്യമേ തന്നെ സമൂഹത്തിന് ഒരു ആമുഖം അഥവാ ഇൻട്രൊഡക്ഷൻ കൊടുക്കാം. എ സൊസൈറ്റി ഈസ് എ ഗ്രൂപ്പ് ഓഫ് ഇൻഡിവിജ്വൽസ് ഇൻവോൾവ്ഡ് ഇൻ പെർസിസ്റ്റൻറ്റ് സോഷ്യൽ ഇൻ്ററാക്ഷൻ or a large social group sharing the same spatial or social territory, typically subject to the same political authority and dominant cultural expectations. Societies are characterized patterns of relationship between individuals who share a distinctive culture and institutions. A given society may be described as the sum total of such relationship among its constituent members. ഒരു സമൂഹം എന്ന് പറയുന്നത് ഒരു കൂട്ടം ആളുകൾ താമസിക്കുന്ന ഒരു ഏരിയയാണ്. അവർ ഒരു സോഷ്യൽ ഗ്രൂപ്പാണ്. അവർ ഷെയർ ചെയ്യുന്നത് ഒരു സോഷ്യൽ ടെറിട്ടറിയാണ്. അത് ഒരു പൊളിറ്റിക്കൽ അതോറിറ്റിയിലേക്കും ഡോമിനൻ്റ് ആയിട്ടുള്ളൊരു കൾച്ചറൽ എക്സ്പെക്റ്റേഷൻസിലേക്കും മാറുന്നു. സൊസൈറ്റീസ് എന്ന് പറയുന്നത് ഒരു പാറ്റേൺസ് ഓഫ് റിലേഷൻഷിപ്പ് അഥവാ സോഷ്യൽ റിലേഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്നവരാണ്. അത് ആളുകൾക്കിടയിലും അതവരുടെ കൾച്ചറിനെയും ബാധിക്കുന്നുണ്ട്. ഇനി നമ്മൾ സൊസൈറ്റിക്ക് ഒരു നിർവചനം ഡെഫിനിഷൻ കൊടുക്കുകയാണ്. Society is defined as a group of people who live in a definable community and share the same culture. Society is often the cornerstone of many sociologist research. The main characteristics of societies are shared norms, values and beliefs. Society എന്ന് പറഞ്ഞാൽ ഒരു കൂട്ടം ജനങ്ങൾ താമസിക്കുന്ന ഒരു പ്രദേശമാണ്. സെയിം ഒരേപോലത്തെ ഉള്ള സംസ്കാരങ്ങൾ ഫോളോ ചെയ്യുന്ന ഒരു കൂട്ടം ജനങ്ങൾ താമസിക്കുന്ന ഏരിയകളെ അല്ലെങ്കിൽ താമസിക്കുന്ന ഒരു കൂട്ടം ജനങ്ങളെ നമ്മൾ വിളിക്കുന്നതാണ് സൊസൈറ്റി അഥവാ സമൂഹം എന്ന് പറയുന്നത്. വൈ ഈസ് സൊസൈറ്റി ഇമ്പോർട്ടൻറ്റ്? എന്തുകൊണ്ടാണ് സമൂഹത്തിന് ഇത്രയധികം പ്രാധാന്യമുള്ളത്? Society brings people together, creating a sense of belonging and shared identity. It promotes social cohesion by providing a framework for cooperation, collaboration, and mutual support. Social cohesion strengthens community bonds, fosters trust, and reduce social isolation. സമൂഹത്തിന് ഇത്രമാത്രം പ്രാധാന്യം വരാനുള്ള മെയിൻ കാരണം എന്ന് പറയുന്നത് അവർ ഒരുമിച്ച് താമസിക്കുന്നു, പീപ്പിൾ ടുഗെദർ ആണ്. അതുപോലെ തന്നെ അവരവരുടെ നോംസും ബിലീവ്സും മറ്റൊരു ജനറേഷനിലേക്ക് ഷെയർ ചെയ്യുന്നുണ്ട്. അവർ കൾച്ചറൽ എക്സ്പെക്റ്റേഷൻസിൽ ജീവിക്കുന്ന വ്യക്തികളാണ്. ഒരു ഫ്രെയിം വർക്ക് ഉണ്ട് അവർ തമ്മിൽ. അത് അവരിൽ കോപ്പറേഷൻ, കൊലാബറേഷൻ, മ്യൂച്വൽ സപ്പോർട്ട് എന്നിവ വർദ്ധിപ്പിക്കാൻ സഹായകരമാണ്. സോഷ്യൽ കൊഹീഷൻ സ്ട്രെങ്തൻ ചെയ്യുന്നുണ്ട്. അവരിടയിൽ ഒരു കമ്മ്യൂണിറ്റി ബോണ്ട് ചെയ്യാനും സോഷ്യൽ ഐസൊലേഷൻ ഒറ്റപ്പെട്ടുള്ള ഒരു ജീവിതം റെഡ്യൂസ് ചെയ്യാനും ട്രസ്റ്റ് വിശ്വാസം കൂട്ടാനും വളരെയധികം സഹായകരമാണ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു സൊസൈറ്റിയുടെ കൺസെപ്റ്റ്. എത്രമാത്രം കൺസെപ്റ്റിലാണ് ഒരു സൊസൈറ്റി ഉണ്ടായി വരുന്നത്? സൊസൈറ്റി ഈസ് മെയ്ഡ് അപ്പ് ഓഫ് പീപ്പിൾസ്, ഗ്രൂപ്പ്, നെറ്റ്വർക്ക്സ്, ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഓർഗനൈസേഷൻസ് ആൻഡ് സിസ്റ്റം. സൊസൈറ്റി ഉണ്ടായിരിക്കുന്നത് തന്നെ പീപ്പിൾസ്, ഗ്രൂപ്പ്,
നെറ്റ്വർക്ക്, ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഓർഗനൈസേഷൻസ് ആൻഡ് സിസ്റ്റം. ഈ ഒരു കൺസെപ്റ്റിലാണ് ഒരു സമൂഹം രൂപവൽകൃതമായിരിക്കുന്നത്. പ്രിൻസിപ്പിൾസ് ഓഫ് സൊസൈറ്റി. ഒരു സമൂഹത്തിന് അതിൻ്റേതായിട്ടുള്ള ചില പ്രിൻസിപ്പിൾസ് അവർ ഫോളോ ചെയ്യുന്നുണ്ട്. The first principle affirms that all citizens should have the familiar basic right and liberties. Liberty of conscience and freedom of association, freedom of speech and liberty of the person, the right to vote, to hold public office, to be treated in accordance with the rule of law and so on. ഒരു സമൂഹത്തിൻ്റെ പ്രിൻസിപ്പിൾ എന്നത് സൂചിപ്പിക്കുന്നത് തന്നെ ആ സമൂഹത്തിൽ ജീവിക്കുന്ന ഓരോ പൗരനും സിമിലറായി എല്ലാവർക്കും ഒരേ രീതിയിലുള്ള അവകാശങ്ങളും സ്വാതന്ത്ര്യവും വേണം എന്നതിൻ്റെ അടിസ്ഥാനമാക്കിയാണ്. ലിബർട്ടി എന്നത് ഉദ്ദേശിക്കുന്നത് ഫ്രീഡം ഓഫ് അസോസിയേഷൻ, ഒരുമിച്ച് കൂടാനും സംസാരിക്കാനും ലിബർട്ടി കൊടുക്കുകയാണ്, സ്വാതന്ത്ര്യം കൊടുക്കുകയാണ് ഓരോ ഇൻഡിവിജ്വലിനും ചെയ്യേണ്ടത്. അത് അവരിൽ റൈറ്റ് ടു വോട്ട്, ടു ഹോൾഡ് പബ്ലിക് ഓഫീസ്, ടു ബി ട്രീറ്റഡ് ഇൻ അക്കോർഡൻസ് വിത്ത് ദ റൂൾ ഓഫ് ലോ ആൻഡ് സോ ഓൺ. ഒരു സമൂഹത്തിൻ്റെ ബേസിക് പ്രിൻസിപ്പിൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എല്ലാവർക്കും ഒരേ രീതിയിലുള്ള അവകാശങ്ങളും സ്വാതന്ത്ര്യവും വേണം എന്നതാണ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് എലമെൻറ്റ്സ് ഓഫ് സൊസൈറ്റി. ഒരു സമൂഹത്തിന് വ്യത്യസ്ത രീതിയിലുള്ള എലമെൻറ്റ്സ് ഉണ്ട്, അവരത് ഫോളോ ചെയ്യുന്നുണ്ട്. ഇറ്റ് ഐഡൻറ്റിഫൈസ് 11 എസെൻഷ്യൽ എലമെൻറ്റ്സ് ഓഫ് സൊസൈറ്റി. നമുക്കൊന്ന് പറഞ്ഞു നോക്കാം. ലൈക്ക്നെസ്, ഡിഫറൻസ്, ഇൻ്റർഡിപ്പെൻഡൻസ്, കോഓപ്പറേഷൻ, ഓർഗനൈസേഷൻ, social relationship, we, feeling, social groups, dynamism, social control and culture. ഈ ഒരു 11 എലമെൻറ്റ്സ് കൂടി ചേർന്നാണ് ഒരു സമൂഹം രൂപീകൃതമാകുന്നത്. അതിലൊരു സംഘടന വരുന്നു, സാമൂഹ്യ ബന്ധങ്ങൾ വരുന്നു, നമ്മൾ ഒന്നാണ് എന്നുള്ളൊരു കാഴ്ചപ്പാട് വരുന്നു, ഒരു ഗ്രൂപ്പിലേക്ക് ചിന്ത വരുന്നു, ഒരു കൺട്രോൾ വരുന്നു, ഒരു സംസ്കാരം അത് ഫോളോ ചെയ്യുന്നു. ഇങ്ങനെയുള്ള 11 എലമെൻറ്റ്സ് കൂടി ചേർന്നാണ് ഒരു സമൂഹം രൂപവൽകൃതമാകുന്നതും ആ രൂപവൽകൃതമായ സമൂഹം അത് ഫോളോ ചെയ്യുന്നതും. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി താങ്ക് യു.